തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസ്. ക്രിസ്മസിന് മുന്നോടിയായി മാതാപിതാക്കളെ കാണാനാണ് കുടുംബാംഗങ്ങളെ അറിയിക്കാതെ എൽദോസ് നാട്ടിലെത്തിയത്. അപകട വിവരം പുറത്തുവന്നപ്പോഴാണ് കൊല്ലപ്പെട്ടത് ഏക അത്താണിയായ എൽദോസ് ആണെന്ന് കുടുംബാംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിലാണ് നമ്മളുള്ളത്. എൽദോസ് ആയിരുന്നു ഈ കുടുംബത്തിലെ ഒരു അത്താണി എന്ന് പറയുന്ന എൽദോസ് അവിവാഹിതനാണ്. എൽദോസിന്റെ സഹോദരി, ഒപ്പം തന്നെ പ്രായമായ മാതാപിതാക്കൾ എന്നിവരാണ് ഇവിടെയുള്ളത്. എൽദോസിന്റെ വീടാണിത്. എൽദോസിന്റെ സഹോദരി നമുക്കൊപ്പം ചേരുന്നു. എന്തായിരുന്നു ജോലി? സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോകായിരുന്നു. 2 മാസം കൂടുമ്പോൾ വരും, അങ്ങനെയായിരുന്നു. ഇതുവരെ അങ്ങനെ ആന അങ്ങനെ കാണാറുണ്ടെങ്കിലും അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്നലെ എവിടെയായിരുന്നു? സിറ്റിയിലായിരുന്നു ജോലി? സെക്യൂരിറ്റി ആയിട്ട് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് അവന് വന്നതാണ്, ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങൾ വിളിച്ചില്ല, വരുവാന്ന് പറഞ്ഞ് വിളിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് വന്നതാണ്. നാളായിട്ട് പുറത്താണോ ഇങ്ങനെ ജോലി? നാട്ടിൽ ഇവിടെ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. ജോലിക്ക് പോവാ പുറത്ത്. ഇങ്ങനെ നടന്നു വന്ന വഴികളിലേക്ക് ഇതുപോലെ വലിയ ഭീതിയുള്ള ഒരു അവസ്ഥയാണോ? ആനയുണ്ട്, പക്ഷെ അങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ആനയെ കാണാറുണ്ട് നടന്നു വരുമ്പോൾ, കാണാറുണ്ട്. കൃഷിയൊക്കെ നശിപ്പിക്കുന്നാലും ആന അങ്ങനെ ആൾക്കാരെ ഉപദ്രവിച്ച് ഇതുവരെ കേട്ടിട്ടില്ല ഈ പ്രദേശത്ത്. ഇന്നലെ വരുമെന്ന് അറിയിച്ചിരുന്നതാണോ വീട്ടിലേക്ക്? ഇല്ല, അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. വരുമെന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് വന്നതാ. വിവരം അറിഞ്ഞ് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. വിവരം അറിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് എൽദോസാണെന്ന് അറിയണേ. വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും? അപ്പച്ചനും അമ്മച്ചിയും പ്രായമായതാണ്. എന്നെ കല്യാണം കഴിച്ചിട്ടതാണ്. അവരെ നോക്കുന്നത് അവനായിരുന്നു, എൽദോസായിരുന്നു. എൽദോസിന്റെ സഹോദരിയാണ് അത്തരം കാര്യങ്ങൾ. കാരണം വലിയ വിഷമത്തിലും കാര്യങ്ങളിലുമെല്ലാം തന്നെയാണ്. കാരണം നമുക്കറിയാം, വളരെ തീർത്തും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു കാര്യം. എൽദോസ് ഇന്നലെ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ വീട്ടിലേക്ക് സാധാരണഗതിയിൽ വീട്ടിലേക്ക് ഇടയ്ക്ക് വന്നു പോകുന്നൊരു ശീലമായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്നു. അപ്പോൾ ഇന്നലെ വരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല, വീട്ടിലേക്ക് എത്തുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് സഹോദരി പറയുന്നത്. ഒടുവിൽ ഇങ്ങനെയൊരു ദുരന്തം ഇവിടെ സമീപത്ത് നടന്നു. അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അത് തങ്ങളുടെ പ്രിയപ്പെട്ട എൽദോസാണ് അതിൽ പെട്ടത് എന്നതാണ് അവർ വളരെ വൈകി അറിയുന്നത്. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരു അന്തരീക്ഷമാണ് എൽദോസിന്റെ വീട്ടിലുള്ളത്. തീർത്തും കുടുംബത്തിന്റെ ഒരു ഏക അത്താണി എന്ന് പറയാവുന്ന ഒരാൾ, പ്രായമായ അച്ഛനും അമ്മയുമാണ് സഹോദരി കൂടാതെ പിന്നെ ഈ വീട്ടിലുള്ളത്. ഇപ്പോൾ എൽദോസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഏതാണ്ട് 12 മണിയോടുകൂടി ഇവിടെ ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളുമെല്ലാം അവിടെ പുരോഗമിക്കുകയാണ്. ചുറ്റുവട്ടത്തുള്ളവർ, ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ, സമീപവാസികൾ എല്ലാവരും തന്നെ ഇവിടേക്ക് വരുന്നു. അതിൻ്റെ അവിടെ ഒരു പൊതുദർശനം, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കുകയാണ്. എല്ലാവരുടെ വാക്കുകളിലും നിലനിൽക്കുന്നത് ഈ കാട്ടാന ഉൾപ്പെടെയുള്ള ഒരു വന്യമൃഗങ്ങളുടെ ഒരു ഭീതി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അതിന് ഒരു ശാശ്വതമായ പരിഹാരമടക്കം കാണണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഏതായാലും എൽദോസിന്റെ ഈ മരണം അധികൃതരുടെ കണ്ണു തുറപ്പിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കുട്ടമ്പുഴയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.